ലൗദേത്തൂർ യേശുസ് ക്രിസ്തുസ്. യേശുനാഥനിൽ പ്രിയ സഹോദരീ സഹോദരന്മാരെ, കേരള ക്രിസ്ത്യാനികളും റോമൻ കത്തോലിക്ക സഭയും ചരിത്ര വഴിയിൽ എന്ന ചരിത്ര കഥനത്തിൻ്റെ 140-ാം ഭാഗത്തേക്കാണ് നാം ഇന്ന് കടന്നു പോവുക. കഴിഞ്ഞ എപ്പിസോഡിൽ നാം വിശകലനം ചെയ്തത് കൊച്ചുറോമ എന്ന വരാപ്പുഴയും മത്തേവൂസ് പാദ്രിയും എന്ന വിഷയമാണല്ലോ. അതിൻ്റെ തുടർച്ചയാണ് ഇന്ന് നാം വിശകലനം ചെയ്യുക. വരാപ്പുഴ പള്ളിക്കാവശ്യമായ 2 ഏക്കർ 40 സെൻറ്റ് സ്ഥലം സൗജന്യമായി നൽകിയ ചേരാനല്ലൂർ കർത്താവായ വരേകാട് ഇരവിരാമൻ എന്ന രാമൻ കുമാരൻ കൈമൾ 1674 ഒക്ടോബർ മാസത്തിൽ മത്തേവൂസ് പാദ്രിക്ക് എഴുതി കൊടുത്ത ആധാരത്തിൽ എഴുതിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ വരാപ്പുഴ അതിരൂപത ശതാബ്ദി സ്മരണിക പുറം 200-ലും വരാപ്പുഴ പള്ളി ചരിത്ര നിക്ഷേപം പുറം 5-6-ലും രേഖപ്പെടുത്തിയിട്ടുള്ളത് നാം ശ്രദ്ധിക്കേണ്ടതാണ്. അത് ഇപ്രകാരം ആണ് നാം വായിച്ചെടുക്കുക. രാമൻ കുമാരൻ നീട്ട് നമുക്കുള്ള വരാപ്പുഴ ദേശത്തെ തെക്കുരശ്ശേരി പറമ്പിന് അതിര് കിഴക്ക് പുഴയ്ക്കും, പടിഞ്ഞാട്ട അതിര് തെക്കേ മുണ്ടഞ്ചേരി പറമ്പിനും, കിഴക്കേ അതിർക്കും, കിഴക്കൊട്ട അതിര വടക്ക് മണിയന്നൂർ പറമ്പിനും, തെക്കേ അതിർക്ക് തെക്കൊട്ട ഇന്നാൽ അതിർക്കതകത്ത അകപ്പെട്ട പറമ്പിൽ പള്ളി വയ്പാൻ എഴുതി കൊടുത്തത് രാമകുമാര കൈമൾ അമ്മാർക്കുമേ രാമകുമാര കൈമൾ തങ്ങൾക്കുള്ള വരാപ്പുഴ ദേശത്തെ തക്കുരശ്ശേരി പറമ്പിന് അതിര കിഴക്ക് കിഴക്കേ പുഴയ്ക്കും, പടിഞ്ഞാട്ട അതിര തെക്കേ മുണ്ടഞ്ചേരി പറമ്പിനും, വടക്കേ അതിർക്ക് വടക്കൊട്ട അതിര പടിഞ്ഞാറ മാരാപ്പറമ്പിനും, തെക്കേ അതിർക്ക തെക്കൊട്ട ഇന്നാൽ അതിർക്കതക്ക അകപ്പെട്ട പറമ്പ് പള്ളി വയ്പാൻ തക്കവണ്ണം കൽപ്പിച്ച് നീട്ടും എഴുതിച്ചു കൊണ്ടാൽ കർമ്മലീത്ത ദർശനത്തിൽ പ്രേ മത്തേവൂസ പാദ്രി ഇമ്മാർക്കുമേ ഇന്നാല് അതിർക്കകം അട്ടിയിട്ട് ഒരുത്തരാലും ഒരു ചോദ്യവും ഇല്ലാത്തവണ്ണം നീട്ടും എഴുതിക്കൊണ്ടാൻ പ്രേ മത്തേവൂസ് പാദ്രി ഇപ്പരിശെ കൊല്ലം 849 തുലാ ഞായറ്റിൽ ഈ ആലപ്പട്ട 1674. ഇപ്രകാരം ചേരാനല്ലൂർ കർത്താവായിരുന്ന രാമകുമാര കൈമളിൽ നിന്നും ലഭിച്ച തക്കരശ്ശേരി പറമ്പിൽ മത്തേവൂസ് പാദ്രി 1674 പണി പൂർത്തിയാക്കിയ ദേവാലയമാണ് വരാപ്പുഴ ദേവാലയം. ഈ പള്ളിയുടെ മധ്യത്തില് ചുറ്റും തൂണുകളോടുകൂടി വൃത്താകൃതിയായ ഒരു ഭാഗം ആരുടെയും ശ്രദ്ധയെ ആകർഷിക്കുമാറ് സ്ഥിതി ചെയ്തിരുന്നതായും അതിന് മുകൾ ഭാഗത്ത് വിസ്താരമേറിയ താഴിക കാണാമായിരുന്നതായും ഈ താഴികയോട് ചേർന്നുള്ള മറ്റു പലകകളിൽ 12 അപ്പോസ്തലന്മാരുടെയും മോസസിന്റെയും ആറോന്റെയും ചിത്രങ്ങൾ ആകർഷകമായി ചിത്രണം ചെയ്ത് അലങ്കരിക്കപ്പെട്ടിരുന്നതായും പഴയ പള്ളി നിലനിന്നിരുന്ന കാലത്ത് പലതവണ ഇതെല്ലാം താൻ കണ്ടിരുന്നതായും വന്ദിച്ചിരുന്നതായും സാഹിത്യ നിപുണൻ TM ചുമ്മാർ സാറ് വരാപ്പുഴ അതിരൂപത ശതാബ്ദി സ്മരണിക യുടെ 200-ാം പുറത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ചരിത്രത്തിൻ്റെ ഒരു പുനർവായനയായി കാണേണ്ടതാണ്. ഈ ചിത്രങ്ങളെല്ലാം വരച്ചത് പള്ളി സ്ഥാപകനായ മത്തേവൂസ് പാദ്രി തന്നെയായിരുന്നു എന്ന് കൊച്ചി രാജാവ് സാഹിത്യ നിപുണൻ എന്ന ബഹുമതി നൽകി ആദരിച്ച ചുമ്മാർ സാറ് തന്നെ ഈ ലേഖകൻ്റെ ഈ പ്രബന്ധകാരൻ്റെ ഭവനത്തിൽ സുഹൃത്ത് സന്ദർശനത്തിന് എത്തിയപ്പോഴെല്ലാം പറഞ്ഞിട്ടുള്ളതും മറക്കാവതല്ല. എറണാകുളം മുനിസിപ്പാലിറ്റി രൂപം കൊണ്ടപ്പോൾ പച്ചാളം ഡിവിഷനെ പ്രതിനിധീകരിച്ച്
ആദ്യമായി തെരഞ്ഞെടുക്കപ്പെട്ട ദേഹവും അതിനു മുമ്പ് വടുതല തൃക്കണാറുവട്ടം ദേശങ്ങളിലെ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റുമൊക്കെ ആയിരുന്ന പുത്തൂർ ചാക്കോ വൈദ്യരെ കാണുന്നതിനും സാഹിത്യ ചർച്ചകൾ നടത്തുന്നതിനും ഒക്കെ ആയിരുന്നു ചുമ്മാർ സാറ് പച്ചാളത്തുള്ള എൻ്റെ ഭവനത്തിൽ വന്നിരുന്നത് എന്നതും ഓർക്കേണ്ടതുണ്ട്. 1920 ഉണ്ടായ കലശലായ കാലവർഷം വരാപ്പുഴയിലെ ദൈവാലയത്തെയും വൈദിക മന്ദിരത്തെയുമെല്ലാം നാശോന്മുഖമായി ആക്കി മാറ്റിയതായി ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നു. തുടർന്ന് 1923 1925 കാലത്ത് ആർച്ച് ബിഷപ്പ് ഏഞ്ചൽ മേരി പെരസ് സിസീലിയ തിരുമേനിയുടെ നേതൃത്വത്തിൽ ഈ ദൈവാലയം പുതുതായി നിർമ്മിച്ചു. വിശുദ്ധ പത്രോസിൻ്റെ ശവകുടീര ദൈവാലയത്തിൻ്റെ മാതൃകയിൽ മത്തേവൂസ് പാദ്രി നിർമ്മിച്ച പരിശുദ്ധ കർമ്മലനാഥയുടെ ദേവാലയം പുനർനിർമ്മാണ ശേഷം സെൻറ്റ് ജോസഫ്സ് ആൻഡ് മൗണ്ട് കാർമൽ ദേവാലയം എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. ഗോസ്തിക് വാസ്തുശില്പ സാങ്കേതിക വിദ്യയ്ക്ക് അനുസൃതമായി നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ് പുതിയ പള്ളിയുടെ മുഖപ്പും അൾത്താരയും മണിമാളികയുമെല്ലാം. ഈ ദൈവാലയം ആസ്ഥാനമാക്കി വരാപ്പുഴ ഇടവക രൂപീകൃതമായപ്പോൾ ഇന്നത്തെ കൂനമ്മാവ്, തുണ്ടത്തുംകടവ്, ചെരാനെല്ലൂർ, കോതാട്, പിഴല, ചേന്നൂർ, ചെട്ടിഭാഗം, ഏലൂർ, മുട്ടിനകം, പാനായിക്കുളം, നീറിക്കോട് മുതലായ പ്രദേശങ്ങളെല്ലാം ഇതിൻ്റെ പരിധിയിലായിരുന്നു. പിന്നീട് 1837 കൂനമ്മാവ് വിശുദ്ധ ഫിലോമിന ദേവാലയ നിർമ്മാണത്തോടെയും 1882 കോതാട് തിരുഹൃദയ ദേവാലയത്തിൻ്റെ നിർമ്മാണത്തോടെയും 1884 ചേരാനെല്ലൂർ സെൻറ്റ് ജെയിംസ് ദേവാലയത്തിൻ്റെ നിർമ്മാണത്തിലൂടെയും 1892 പിഴല വിശുദ്ധ ഫ്രാൻസിസ് സേവർ ദേവാലയ നിർമ്മിതിയിലൂടെയും 1935 നീറിക്കോട് സെൻറ്റ് ജോസഫ്സ് ദേവാലയ നിർമ്മിതിയിലൂടെയും 1943 ചേന്നൂർ സെയിൻറ്റ് ആൻ്റണീസ് ദേവാലയ നിർമ്മിതിയിലൂടെയും 1946 പനായിക്കുളം വിശുദ്ധ കൊച്ചുത്രേസ്യ ദേവാലയ നിർമ്മിതിയിലൂടെയും 1958 മുട്ടിനകം നേറ്റിവിറ്റി ഓഫ് അവർ ലേഡി ചർച്ച് നിർമ്മാണത്തിലൂടെയും ഇവയെല്ലാം സ്വതന്ത്ര ഇടവകകളായി മാറി. മാതൃ ഇടവകയായ വരാപ്പുഴയിൽ നിന്നും ഇതെല്ലാം പിരിഞ്ഞു പോയി. പ്രിയരെ, ചരിത്രപഥത്തിൻ്റെ 140 ഭാഗം ഇവിടെ തീരുകയാണ്. അടുത്ത ഭാഗം ടിപ്പു സുൽത്താനും വരാപ്പുഴയും ചാത്തിയാത്തും എന്ന വിഷയമായിരിക്കും എന്നറിയിക്കട്ടെ. ഏവർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.